കെ പഴനിവേൽ പത്മശ്രീ ജേതാവ് 2026. പുതുച്ചേരി നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിലുള്ള പൂർണ്ണകുപ്പം ഗ്രാമത്തിൽ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം. പഴനിവേൽ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ 13-ാം വയസ്സിൽ പിതാവ് മരണമടഞ്ഞു. ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. കുടിലിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിലെ 4 മക്കളെ അമ്മ ഒറ്റയ്ക്ക് വളർത്തി. സിലംബം എന്ന തമിഴ്നാട്ടിന്റെ പുരാതന ആയോധന കലയെ അദ്ദേഹം അറിഞ്ഞത് പ്രാദേശികമായ പരിപാടികളിലൂടെയാണ്. പിന്നീട് അദ്ദേഹം അതിൽ ആകൃഷ്ടനായി. അന്ന് ഗുരുക്കന്മാർ ഒരിക്കൽ പഠിപ്പിച്ചാൽ അത് പൂർണ്ണമായി അഭ്യസിക്കേണ്ടതായിരുന്നു. അദ്ദേഹം കത്തുന്ന വെയിലിലും നിഴൽ പരിശീലനം നടത്തി തന്റെ ചുവടുകൾ കൃത്യമായി മെച്ചപ്പെടുത്തി. 7-ാം ക്ലാസ് വരെ പഠിച്ചതിനു ശേഷം പഴനിവേൽ സ്കൂൾ വിട്ടു. പിന്നീട് ബസ് ക്ലീനറായി ജോലി ചെയ്തു. അക്കാലത്ത് ഒരു ബസ് ക്ലീനാക്കാൻ വെറും 3 രൂപ മാത്രമാണ് ലഭിച്ചിരുന്നത്. പക്ഷേ കുടുംബ ചെലവിന് ദിവസവും 10 രൂപ വേണമായിരുന്നു. ഒരു ചെറു കടി പോലും വാങ്ങാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരുന്നു അത്. തുടർന്ന് പഴനിവേൽ ബസ് ഡ്രൈവറായി. എന്നാൽ സിലംബത്തോടുള്ള അഭിനിവേശം അദ്ദേഹത്തെ വിട്ടുപോയില്ല. ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും അദ്ദേഹം പരിശീലനം നടത്തി. കലയോടുള്ള അഭിനിവേശം മൂലം ജോലിക്കിടയിലും ഒഴിവുള്ളപ്പോൾ സിലംബം വടി കയ്യിലെടുത്ത് ഞാൻ പരിശീലനം തുടർന്നു. ഈ ശീലമാണ് എനിക്ക് ഈ കല മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസവും അവസരങ്ങളും നൽകിയത്. 2002-ൽ അദ്ദേഹത്തിനൊരു ആശയം തോന്നി. സ്വന്തമായി ഒരു കഴകം അല്ലെങ്കിൽ അക്കാദമി ആരംഭിക്കുക. അങ്ങനെ പുതുച്ചേരിയിൽ മാമല്ലൻ സിലംബം ആൻഡ് നാട്ടുപുറ കളൈവളർച്ചി കഴകം പിറന്നു. സിലംബമാണ് എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയത്. ഡ്രൈവിംഗ് ജീവിതോപാധിയായിരുന്നു, പക്ഷെ രണ്ടും ഒരുമിച്ച് ഞാൻ കൊണ്ടുപോയി. പിന്നീട് ഡ്രൈവിംഗ് ജോലി വിട്ട് പൂർണ്ണമായും ഈ കലയ്ക്കൊപ്പം മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. മിക്ക വിദ്യാർത്ഥികൾക്കും സിലംബം പരിശീലനം സൗജന്യമാണ്. പഴനിവേൽ ഇത് നടത്തുന്നത് ഈ കലയോടുള്ള പ്രണയം മൂലമാണ്. അതിന്റെ ആനന്ദം കൂടുതൽ ആളുകൾക്ക് ലഭിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇന്ത്യയിലുടനീളവും ദുബായ്, പാരീസ് പോലുള്ള അന്താരാഷ്ട്ര വേദികളിലുമുള്ള പ്രകടനങ്ങളിലൂടെ അദ്ദേഹം ഇതിനായി വരുമാനം കണ്ടെത്തുന്നു. എന്റെ ബാല്യകാലത്ത് ഞാൻ പരിശീലിച്ച വടി ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു. അവസാന യാത്രയിലും അത് ഒപ്പമുണ്ടാവണമെന്ന ആഗ്രഹം ഞാൻ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ അത് സാധിച്ചു തരുമെന്നാണ് എന്റെ വിശ്വാസം. മറ്റുള്ളവർ കരുതുന്നത് എന്തെന്ന് എനിക്കറിയില്ല. പക്ഷേ സിലംബം എനിക്ക് ഒരു ജീവശ്വാസമാണ്. കെ പഴനിവേൽ പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.